ആവർത്തന പുസ്തകം അധ്യായം 29. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേ. എല്ലാ ഇസ്രായേലരെയും വിളിച്ചുകൂട്ടി അവരോട് മോശ പറഞ്ഞു, മിസ്രയീം ദേശത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഫറവോനോടും അവൻ്റെ ഭൃത്യസമൂഹത്തോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ. അവിടെ നിങ്ങൾ വലിയ പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ വിവേകമുള്ള മനസ്സും കാഴ്ചയുള്ള കണ്ണും കേൾവിയുള്ള ചെവിയും ഇന്നുവരെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. 40 വർഷമാണ് അവൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത്. എന്നിട്ട് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം പഴകിയില്ല, കാലിലെ ചെരുപ്പുകൾ ജീർണിച്ചുമില്ല. ദൈവമായ ഞാനാകുന്നു നിങ്ങളുടെ കർത്താവ് എന്ന് അറിയേണ്ടതിനായി ഇക്കാലമെല്ലാം അപ്പം തിന്നില്ല, വീഞ്ഞു കുടിച്ചതുമില്ല. നിങ്ങൾ ഈ ദേശത്ത് എത്തിയപ്പോൾ ഹെശ്ബോൻ രാജാവായ സീഹോനും ബാശാൻ രാജാവായ ഓഗും നമ്മുടെ നേരെ യുദ്ധത്തിന് വന്നു. നാം അവരെ തോൽപ്പിച്ചു അവരുടെ രാജ്യം പിടിച്ച് റൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു. ആകയാൽ നിങ്ങൾക്ക് എല്ലാം സാധിതമാകുവാൻ ഈ നിയമത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നടപ്പിൻ. ഇന്ന് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രധാനികളും ഇസ്രായേൽ പുരുഷന്മാരെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി ആദിയായ എല്ലാവരും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് അരുളി ചെയ്തതുപോലെയും അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്തതുപോലെയും ഇന്ന് നിന്നെ തനിക്ക് ജനമാക്കുവാനും താൻ നിനക്ക് ദൈവമായിരിക്കുവാനും നിന്റെ ദൈവമായ കർത്താവ് ഇന്ന് നിന്നോട് ചെയ്യുന്ന ഉടമ്പടിയിലും സത്യത്തിലും പ്രവേശിപ്പാൻ അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞാൻ ഈ ഉടമ്പടിയും സത്യവും ചെയ്യുന്നത് നിങ്ങളോട് മാത്രമല്ല, ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരോടും ഇന്ന് ഇവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും കൂടെ അത്രേ. നാം മിസ്രയീം ദേശത്ത് എങ്ങനെ പാർത്തു എന്നും നിങ്ങൾ ജാതികളുടെ നടുവിൽ കൂടി എങ്ങനെ കടന്നു എന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ തടിയും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജാതികളുടെ ദേവന്മാരെ സേവിക്കുവാനായി ഇന്ന് നമ്മുടെ ദൈവമായ കർത്താവിനെ വിട്ടുമാറുവാൻ മനസ്സുള്ള ഒരു പുരുഷനും സ്ത്രീയും ഒരു വംശവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങൾ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയം കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് ശുഭമായിരിക്കും എന്ന് പറഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ കർത്താവ് മനസ്സു വരാതെ ദൈവകോപവും തീഷ്ണതയും അവൻ്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമെല്ലാം അവൻ്റെ മേൽ വരും.
കർത്താവ് ആകാശത്തിൽ കീഴിൽ നിന്ന് അവൻ്റെ പേര് മായിച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കുമായി കർത്താവ് ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെ നാശത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം വരുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ശിക്ഷകളും കർത്താവ് അവിടെ വരുത്തിയ രോഗങ്ങളും കർത്താവ് തൻ്റെ കോപത്തിലും ക്രോധത്തിലും സോദോം ഗോമോറാദമാ സെബോയിം എന്ന പട്ടണങ്ങളെ നശിപ്പിച്ചതുപോലെ വിതയും വിളവും ഇല്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകവും ഉപ്പും കത്തുന്ന ദേശവും എല്ലാം കാണുമ്പോൾ കർത്താവ് ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഈ മഹാക്രോധാഗ്നിയുടെ കാരണമെന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. അതിനും മറുപടി എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. തങ്ങൾ അറിയുകയോ തങ്ങൾക്ക് അനുവദിച്ച് കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ ചെന്ന് സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമെല്ലാം ഈ ദേശത്തിന്മേൽ വരുത്തക്കവണ്ണം ദൈവകോപം എതിരായി ജ്വലിച്ചു. കർത്താവ് കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും കൂടെ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയുകയും ഇന്ന് കാണുന്നത് പോലെ അവരെ അന്യദേശത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈവമായ കർത്താവിനുള്ളതും വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിനും എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും വെളിപ്പെട്ടവയാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ